ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ മോർണിംഗ് ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പൊന്മുടി റൂട്ടാണോ? അല്ല. ഇടുക്കിയാണോ? അല്ല. മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. ഇപ്പോൾ രാവിലെ മൊത്തം ഇങ്ങനെ നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിട്ട് കിടക്കുകയാണ്. ഹലോ. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് കാട്ടാക്കട റൂട്ടിൽ കോങ്ങുമൂട് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴേക്കും ഒരു ചെറിയൊരു വഴിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ച് സാധാരണ നമ്മൾ പോകാറുണ്ട്. അതായത് ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ള ഒരു ഐഡിയയിൽ നമ്മളങ്ങനെ സാധാരണ പോകാറുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളുപരി ഒരു യാത്ര എന്ന് പറയുമ്പോഴേക്കും യാത്രയോട്ട് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. അപ്പോൾ അതാണ് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജി തരുന്നത്. രാവിലെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സൈക്ലിംഗ് റൈഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഒരു ചെറിയ യാത്രയാണെങ്കിൽ പോലും, അത് നമ്മൾ ചെറിയൊരു റൈഡാണെങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു യാത്രയുടെ ഫീൽ കിട്ടും. അപ്പോൾ അതാണ് നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്.
രാവിലെ എന്ത് രസമല്ലേ ഇത്. പെങ്ങടെ മോനുണ്ടേ ഈ തൊട്ടാവാടി കണ്ടിട്ടില്ല. അപ്പോൾ അവൻ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വരണമായിരുന്നു. അവൻ ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തൊട്ടാവാടി എങ്ങനെ അടയുന്നത്, എങ്ങനെ അത് ഇത്രയും സ്റ്റിമുലേഷൻ കിട്ടും, അത് ഇതെന്നെല്ലാം പറഞ്ഞ് ചുമ്മാ ഡൗട്ടാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വഴി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ എന്നോ ഇങ്ങോട്ട് പോകുകയാണെന്നോ ഒന്ന് പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വഴി കാണിക്കാനും ഇവിടുത്തെ ആ ഒരു എന്താ പറയുക മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അത് ഇങ്ങനെ കാണിക്കാൻ. ഇപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മൾ വഴിയിൽ കാണുന്ന കാഴ്ചകളും അങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഫീലാണ് ഇവിടെ വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 കിലോമീറ്ററിനുള്ളിൽ അല്ലേ ഈ ഒരു വഴി, ഈ ഒരു റോഡെന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ മോർണിംഗ് റൈഡിന് വരുന്നവരുണ്ട്, പിന്നെ വെറുതെ നടക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വളരെ ശാന്തമായിട്ടുള്ള ലൊക്കേഷനാണ്. ഒരു 2 അല്ലെങ്കിൽ 3 കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ ഈ വഴിയുടെ ഒരു ദൂരം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കുള്ളൊരു ഫീലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൊന്മുടി ഇടുക്കിയൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലാണ്. രാവിലെ ഒരു ഏകദേശം ബാലരാമപുരത്ത് നിന്ന് അരമണിക്കൂറിൽ എത്താന്നുള്ള ഒരു സ്പേസേ ഉള്ളൂ, ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. നമുക്കൊരു യാത്രയിലാണ് ശരിക്കും പല ജീവിതത്തിലെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സിംഗിളായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സോളോ ആയിട്ട് നമ്മൾ റൈഡ് വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ആലോചിക്കാനും പിന്നെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി കാരണം നമുക്കതൊന്ന് ഫ്രീ ആവും, മൈൻഡ് ഒന്ന് ഫ്രീ ആവും. ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഒന്ന് ബാത്റൂമിലും ഒന്ന് യാത്രയിലും ആണല്ലോ. ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ അല്ലേ, ആ ഒരു ടൈമിലല്ലേ നമ്മൾ ഇതിന് മുന്നേ വന്നത്? അതെ അതെ. അപ്പോഴേക്കും അതൊരു വേറെ വ്യൂ ആയിരുന്നു, കുറച്ചുകൂടെ മഞ്ഞ് കുറവായിരുന്നു, ഇതിനേക്കാളും കുറവായിരുന്നു. അന്ന് ശരൺ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അത് അന്ന് കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. തീർന്നു, ഇത്രേ ഉള്ളൂ. ശരിക്കും അതിൻ്റെ ലൊക്കേഷൻ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ ചോദിക്കും. അവിടെ കട എങ്ങനെയുണ്ടാകും, ചെറിയ ജംഗ്ഷനാണ് കേട്ടോ. അവിടെ ലെഫ്റ്റ് കാട്ടാക്കടയാണെന്ന് തോന്നുന്നു അല്ലേ? ലെഫ്റ്റ് കാട്ടാക്കട വരോ? ആ കണ്ണീ ചോരയില്ല. എൻ്റെ കയ്യിൽ ക്യാമറ തന്നിട്ട് ചവിട്ടി പോവുകയാണ്. അയ്യോ, തേര് മുടിഞ്ഞ തേര്. അമ്പോ, കളറല്ലേ ആ വള്ളിയിൽ കണ്ടത്? ആ നീലാംബരി. ആ നീലാംബരി ഉണ്ട്. ഈ മഞ്ഞാണല്ലേ, മഞ്ഞാമ്പരി. എന്താ ഇങ്ങനെയും ചില കലാരൂപങ്ങൾ നമ്മളിവിടെ കാണാറുണ്ട്. അടിച്ച് ഡാമിലിടും. കരപ്പോ. റോഡ് തീർന്നു.
സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള വിഷ്വൽസ് നമ്മൾ കണ്ടു. തിരിച്ചു പോകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റിംഗ് ആയി. അപ്പോൾ അത് വേറെ ലെവലാണ്, അത് വേറൊരു കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വീഡിയോസ് അതിൻ്റെ ദൃശ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സെയിം സ്ഥലമാണ്, പക്ഷേ വേറെ കളറായി. ഇവിടെ ഒരു സൈഡ് ഇച്ചിരി ഹൈറ്റ് കൂടിയ ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് സൂര്യപ്രകാശം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ വേറൊരു വ്യൂ ആണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും സൂര്യപ്രകാശം ഇല്ലായിരുന്നു. നമ്മളിങ്ങോട്ട് വന്ന ആ റോഡ് ചെന്ന് എത്തുന്നത് ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാട്ടാക്കട തൂങ്ങാമ്പാറ പോയി കയറാം. പിന്നെ അവിടുന്ന് ചെറിയൊരു വഴിയുണ്ട് നെയ്യാർ ഡാമിലേക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് റോഡൊന്നും അത്ര നല്ലതല്ല. നെയ്യാർ ഡാമിലോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഒരു ചെറിയ ഷോർട്ട് കട്ട് പോലത്തെ വഴിയാണ്. അപ്പോൾ അതും ഇത്രയും പോലും റോഡ് ക്ലിയർ അല്ല. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. എന്താടാ? ഇതിനാട്ടോ സ്ഥലത്തിന്റെ പേരെന്താ? നീലംകോണം. പ്രധാനമന്ത്രി സടക്ക് 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 സടക്ക്. ഇതെല്ലാം വരും. അത് കേട്ടില്ലാത്തോണ്ടെങ്കിൽ ഞാൻ സൗണ്ട് കൂട്ടിയിടും. ഇതൊക്കെ ക്യാമറ കണ്ടില്ലെങ്കിൽ ക്യാമറ പിടിച്ചു നിർത്തി അടി കൊടുക്കുമല്ലോ, അതുപോലെയാണ്. സൗണ്ട് വന്നില്ലെങ്കിൽ ഞാനത് 400-ലോ 500-ലോ കൂട്ടിയിടും. അറിയട്ടടാ, എല്ലാരും അറിയട്ടെ നിന്റെ തനി സ്വരൂപം എന്താന്ന് എല്ലാരും അറിയട്ടെ. അസ്തമിച്ച് നടക്കാണ്. കുരിശല്ല, 4 റോഡുണ്ടെന്ന് കാണിക്കുന്നതാണ്. കുരിശ് വെച്ചിട്ട് ചർച്ച ഒന്നും കാണാനില്ലല്ലോ. പിന്നെയും കുരിശ്. റോഡ് ആ പാട്ടെങ്ങനെയാണ്?
വായോ വായോ എൻ വായോ. ആ അന്ന് വന്നപ്പോൾ ഇത്രയും കാടില്ലായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞില്ലേ, അതാണ് കാട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ പാറ വെട്ടി വെച്ച പോലെ ഇരിക്കും അല്ലേ. കൊണ്ടോടാ എടാ, വള്ളി കുരുങ്ങി നിൽക്കരുത്, കാലെടുത്ത് അതിൻ്റെ ഇടയിൽ ഇരുന്നത്. തണുപ്പ് അടിപൊളി, നല്ല തണുപ്പാണല്ലോ. അപ്പോൾ നെയ്യാർ ഡാം പോകുന്നവർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു റൂട്ടാണ്. വേറെ ഒന്നുമില്ല, സൈക്ലിംഗ് ഒക്കെ പോകുന്നവർക്ക്. അല്ലാതെ ഈ കാറിലും ബൈക്കിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും റോഡ്. സൈക്കിളിൽ പോകുന്നവർക്ക് രാവിലെ ഈ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനുള്ള, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ വഴി എത്ര ഒരു 2-3 കിലോമീറ്റർ എത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വഴി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവ് എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ വരാൻ പറ്റുന്നവർ വരിക, കാണുക. നല്ല സ്പേസാണ്, ചെറിയ വയലുകൾ. വയലെന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഈ കപ്പ, അരിശിന്, അതിൻ്റെയൊക്കെ തോട്ടമാണ്, വാഴത്തോട്ടം. റബ്ബറാണ് മെയിനെന്ന് തോന്നുന്നു ഇവിടെ. ഒത്തിരി ഏരിയയിൽ റബ്ബറായിരുന്നു. അപ്പോൾ മച്ചാന്മാരെ, ഇന്ന് പ്രത്യേകിച്ച് വേറെ അജണ്ടകളൊന്നുമില്ല. ഏകദേശം യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരാഴ്ചയൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും കയറാത്തതുകൊണ്ട് 1-2 പേര് ചോദിക്കുന്നുണ്ട്. 1-2 പേരില്ല, കുറേ പേരൊക്കെ ചോദിച്ചു കേട്ടോ. എന്തായാലും അതിന് താങ്ക്സ് ഉണ്ട്, നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് വന്നേ ഉള്ളൂ. അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് വന്നതല്ല, രാവിലെ വന്നു. അപ്പോഴേക്കും ഇങ്ങനെ റൂട്ട് പിടിക്കാം, ഇത് നമ്മൾ ആരെയും കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് വരാമെന്ന്. ഇതോടാ പാൽ പിടിക്കുന്ന. ശരി എന്നാ, ഓക്കെ. അപ്പോൾ കാണാം. ഇനി അങ്ങോട്ട് വ്യൂസ് ഉണ്ട്, അതിൻ്റെ വീഡിയോസും കൂടെ ഇടാം. ഓക്കെ, ബൈ. പിന്നെ നമ്മുടെ സൈക്ലിംഗ് ക്ലബ്ബ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് സൈക്കിൾ ഗ്രൂപ്പ് ഇപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേരുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സപ്പോർട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. സ്ട്രാവ ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ക്ലബ്ബുണ്ട്, അതിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഇവൻ എന്ത് കൂടിയാണ് കുടിക്കണത്? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈഫ് സൈക്കിൾ, റാഷിക് ലാൽ ആൻഡ് നവീൻ.